ഒരു വാക്ക് ചാൾസിനോടും ദിവ്യോടും ചോദിക്കുക. நான் சார்ல்ஸிடத்திலும் திவ்யாவிடத்திலும் ஒரு வார்த்தையை கேட்கிறேன். ഈ കുഞ്ഞിനെ പത്യോപദേശത്തിൽ വളർത്താൻ, இந்த குழந்தையை உபதேசத்தில் வளர்த்தவும், ദൈവഹിത പ്രകാരം വളർത്താൻ, தேவனுடைய சித்த பிரகாரமாக வளர்த்தவும், ദൈവം തരുന്ന എല്ലാ നന്മകൾക്കും ഒത്തവണ്ണം, தேவன் தருகிற எல்லா நன்மைகளுக்கு ஒத்தவண்ணம் ഞങ്ങൾ ഈ കുഞ്ഞിനെ വളർത്താം, இந்த குழந்தையை நாங்கள் வளர்த்துவோம் என்று തീരുമാനിக்கிறீர்களா? അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. அப்படியானால் இந்த பகல்வேளையில் நாம் ஜெபிப்போம். എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകളെ മൂടിയ വണ്ണமாக ஜெபிக்கலாம். ഈ വിലപ്പെട്ട കുടുംബത്തിന് കർത്താവ് നൽകിയ இந்த കുടുംബത്തിற்கு ദേവൻ കൊടുത്തിരിക്കുന്ന ദാനത്തെ ഈ പ്രിയ പൈതലിനെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കുഴമ്പയെ ദേവന്റെ കരത്തിൽ ഒപ്പുകൊടുത്ത് ജപിக்கலாம். എല്ലാ തരങ്ങളും തുറന്ന് പ്രാർത്ഥിക്കുക. എല്ലാ വായകളും തുറന്ന് ചോമണ കണ്ണുകളെ മൂടിയ വണ്ണം. അനേക കുടുംബങ്ങൾ തലമുറകൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ, അനേക കുടുംബങ്ങൾ തன்னுடைய தலைமுறைகளுக்காக சந்தானங்களுக்காக ஜெபித்துக் கொண்டிருக்கும்போது, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ, നാം கடந்த நாட்களில் ஜெபித்ததை போல, കർത്താവ് ഈ കുടുംബത്തിന് ദാനമായി കൊടുത്ത കുഞ്ഞിനെ, ദേവൻ இந்த കുടുംബത്തിற்கு ദാനമായി കൊടുത്ത കുഴந்தையை ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ദേവന്റെ കരത്തിൽ ഒപ്പുകൊടുത്ത് ജപിக்கலாம். ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, എങ്ങളുടെ നല്ല പിതാവേ, ആண்டவர் துதிக்கிறோம் அப்பா. ചാൾസിനും ദിവ്യക്കും ദാനമായി കൊടുത്ത, ചാൾസുക്കും ദിവ്യയ്ക്കും ആണ്ടവർ ദാനമായി കൊടുത്തിരിக்கிற ഈ പെൺ പൈതലുമായി ഞങ്ങളുടെ തിരുപാദത്തെ അടുത്തു വരുന്നു. പെൺ കുഴந்தையுமாய் உம்முடைய கரத்திலே நாங்கள் வருகிறோம். യേശുവിന്റെ ശുശ്രൂഷയിൽ ശിശുക്കളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിന്റെ ഊഴിയത്തിലെ സിறு കുഴந்தைகளை യേശുവിനിடത്തിൽ കൊണ്ടുവந்தார்கள். അവരെ തൊടണമെന്ന് അപേക്ഷിച്ചു, അവരെ തൊടുம்படியாக கேட்டார்கள். അവൻ കുഞ്ഞുങ്ങളെ കരങ്ങളിൽ എടുത്ത് അണച്ച് അനുഗ്രഹിച്ച് അവർ കുഴந்தைகளை അണൈത്ത് കരങ്ങളിൽ എടുത്ത് ആശീർവദിച്ച് ജപിத்தார் என்று വാസിக்கிறோம். വചനം പോലെ ഇന്ന് പകൽ ആണ്ടവരേ, அந்த വചനം പോലെ இந்த மாலைவேளையிலே പ്രിയ പൈതലിനെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുഴந்தையை നമ്മുടെ കരത്തിൽ ഒപ്പുകൊടുത്ത് ജപിக்கிறோம். കർത്താവേ, തക്ക സമയത്ത് ദാനമായി കുഞ്ഞിനെ നൽകിയല്ലോ. ആണ്ടവരേ, നല്ല നേരത്തിലെ ദേവൻ തക്ക സമയത്തിലെ കൊടുത്തീരേ. ഈ കുഞ്ഞിനെ കൊടുത്ത ആരോഗ്യത്തിനായി സ്തോത്രം. കുഴந்தைக்கு കൊടുത്ത ആരോഗ്യത്തിനായി നന്ദി செலுத்துகிறோம். സൗന്ദര്യത്തിനായി സ്തോത്രം. അഴകുക്കാக നന്ദി செலுத்துகிறோം. എല്ലാ ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ ദേവനുடைய கிருபைகளுக்காக നന്ദി செலுத்துகிறோம். ഞങ്ങൾ വായിച്ച ഓരോ വചനങ്ങൾ പോലെ, நாங்கள் வாசித்த ஒவ்வொரு வசனம் போல, കുഞ്ഞുങ്ങളെ കോപിപ്പിക്കാതെ പത്യോപദേശത്തിൽ വളർത്താൻ, കുഴந்தைകളെ കോപപ്പെടുത്താതെ വണ്ണം ഉപദേശത്തിനെ വളർത്തുമ്പടി മാതാപിതാക്കൾ കർത്താവ് കൃപ കൊടുക്കണമേ. பெற்றோர்களுக்கும் கிருபை அளிக்கும்படி ஜெபிக்கிறோம். ഇന്ന് പകൽ ഈ കുഞ്ഞിനെ ദൈവങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. இந்த மாலையில் இந்த குழந்தை നമ്മുടെ കരത്തിൽ ഒപ്പുകൊടുக்கிறோம். ഈ പൈതൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. இந்த குழந்தை ஒரு ஆசீர்வாதമായി മാറട്ടെ. രോഗങ്ങൾ ഈ കുഞ്ഞിൽ നിന്ന് അകന്നു നിൽക്കട്ടെ. വ്യാധികൾ இந்த കുഴந்தைയെ വിട്ട് മാറി നിൽക്കട്ടെ. രോഗത്തെ പ്രതിരോധിക്കാനുള്ള കൃപ കുഞ്ഞിന്റെ മേൽ കൽപ്പിച്ചാക്കും. വ്യാധികളെ ജയിക്കக்கூடிய ദേവനുடைய അഭിഷേകത്തെ കുഴந்தை മേൽ നൽകുகிறோம். ലോകത്തിന്റെ പാപം ഒന്നും കുഞ്ഞിനെ തൊടാതെ, ലോകത്തിന്റെ പാപങ്ങൾ ഒന്നും കുഴந்தைയെ തൊടാതെ വണ്ണം, ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിന്റെ പാപങ്ങളൊന്നും ആണ്ടവരേ, இந்த பாவம் நிறைந்த உலகத்திலே ஆண்டவரே குழந்தையை ஒன்று தொடாத வண்ணம், ഈ കുഞ്ഞിന്റെ മേൽ തൊടാതെ വണ്ണം, இந்த குழந்தையை தொடாத வண்ணம் அப்பா, ഇന്ന് പകൽ ദൈവ കരങ്ങളിൽ പൈതലിനെ ഞങ്ങൾ യേശുവിന്റെ കരത്തിൽ ഒപ്പുകൊടുത്ത് ജപിக்கிறோம். കുഞ്ഞു ഒരു അനുഗ്രഹമായി മാറട്ടെ. ആശീർവാദമായി മാറട്ടെ. കുടുംബത്തിന് ഒരു അനുഗ്രഹമായി കുടുംബത്തിന് ആശീർവാദമായി മാറട്ടെ. ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും, ഇവர்களுമായി ഉറവിൽ இருக்கிற എല്ലാവർക്കും ഈ കുഞ്ഞൊരു അനുഗ്രഹമായി മാറട്ടെ. இந்த குழந்தை ஒரு ஆசீர்வாதமாய் மாறட்டும். ഈ കുഞ്ഞിന്റെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. குழந்தை மேல் தேவனுடைய கிருபை பெருகும்படி ஜெபிக்கிறோம். കർത്താവേ, പ്രിയ ചാൾസിനും ദിവ്യക്കും ദാനമായി കൊടുത്ത, ആണ്ടവരേ, ചാൾസുக்கும் ദിവ്യക്കും ആണ്ടവർ ആശീർവാദം കൊടുത്ത പ്രിയ പെൺ പൈതൽ, இந்த பெண் குழந்தையை ട്രിനിറ്റി ഫെയ്ത്ത്, ട്രിനിറ്റി ഓഫ് ഫെയ്ത്ത് എന്ന് ദൈവ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ ആശീർവദിക്കപ്പെടുകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പിതാവിന്റെയും കുമാരനുടെയും നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, പരിശുദ്ധാവിൻ നാമത്തിൽ ട്രിനിറ്റി ഓഫ് ഫെയ്ത്തിനെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. ട്രിനിറ്റി ഓഫ് ഫെയ്ത്തിനെ ഞങ്ങൾ ആശീർവദിக்கிறோம். ഇവളൊരു അനുഗ്രഹമായി മാറട്ടെ. ഇവളൊരു ആശീർവാദമുള്ളവളായി മാറട്ടെ.
ഇവൾ എന്തുവരെ പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. இவள் எவ்வளவாய் படிக்க வேண்டும் என்று தேவன் விருப்பப்படுகிறீரோ. അങ്ങയുടെ വരവ് താമസിച്ചാൽ தாமதிக்குமே ஆனால் അത് ഞങ്ങൾ കാണട്ടെ அதை കർത്താവേ. நாங்கள் பார்க்க உதவி செய்வீராக. ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിനായി സ്തോത്രം. நேத்தரமான படிப்பினை கொடுக்கும்படியாக ஜெபிக்கிறோம். മാതാപിതാക്കൾക്ക് എത്തിച്ചേരുവാൻ കഴിയാത്ത മേഖലകളിൽ பெற்றோர்கள் அன்றே சேர முடியாத உயரத்திலே ഈ കുഞ്ഞെത്തുന്നതിനായി அந்த സ്തോത്രം. குழந்தை பிரவேசிக்கும்படியாக நாங்கள் ஜெபிக்கிறோம். ദൈവകൃപയിലും പത്യോപദേശത്തിലും വളർത്താൻ தேவனுடைய கிருபையிலும் உபதேசத்திலும் வளர்த்த മാതാപിതാക്കളുടെ കരങ്ങളിൽ ഞങ്ങൾ തിരികെ ഏൽപ്പിക്കുന്നു. இந்த பிதாவுடைய மாதாவுடைய கரத்திலே நாங்கள் குழந்தையை திரும்ப ஒப்புக்கொடுக்கிறோம். ദൈവകൃപയിൽ ഈ കുഞ്ഞിനെ വളർത്താൻ தேவனுடைய கிருபையிலே குழந்தையை വളർത്തുம்படி പിതാവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. பிதாவுடைய கரத்திலே நாங்கள் ஒப்புக்கொடுத்து ஜெபிக்கிறோம். കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. கர்த்தாவுடைய சேவைக்காக நன்றி செலுத்துகிறோம். യേശുവിൻ നാമത്തിൽ തന്നെ. இயேசுவின் நாமத்தில் கேட்கிறோம் பிதாவே. பரிசுத்த பிதாவே, இந்த அருமையான மாலை வேளைக்காக நன்றி செலுத்துகிறப்பா. இந்த குடும்பத்தை நீர் இணைத்தீர் ஆண்டவரே. மனிதன் தனிமையாக இருப்பது நல்லதல்ல என்று அறிந்து நீர் இந்த குடும்பத்தை இணைத்தீரப்பா. இந்த குடும்பத்தை ஆண்டவரை இம்மட்டுமாக வழி நடத்தினீர். ஏற்ற சமயத்திலே அவர்களுக்கு தேவையானதை அனுப்பி கொடுத்து ஆண்டவரை நல்ல ஒரு அனுகிரகிக்கப்பட்ட குழந்தையை தந்து இந்த மாலை வேளை இந்த குழந்தையை உம்முடைய கருத்தில் ஒப்பு கொடுக்க இந்த குடும்பத்திற்கு நீர் செய்த பாக்கியத்திற்காய் ஸ்லாக்கியத்திற்காய் நன்றி செலுத்துகிறவப்பா. ஆண்டவரே, இது உம்மால் நடந்தது, இது உம்மால் சம்பவித்தது, இது மனுஷனுடைய கண்களுக்கு ஆச்சரியமாக இருக்கிறது. இந்த மாலைகளிலே சபையாய் நாங்கள் ஆண்டவரே சார்ல்ஸ் திவ்யாயும் பீட்டா குழந்தையும் 3 பேரையும் பிதா குமாரன் பரிசுத்த ஆவி நாமத்தினாலே இந்த மாலைகளிலே ஒரு விஷயம் கூட ஆசீர்வதிக்கிறோம். சகலவித ஆவிக்குரிய நன்மைகளினாலே, சகலவித உலக பிரகாரமான நன்மைகளினாலே, சகல தேவைகளினாலே ஊழியத்தின் மேல் தேவனுடைய காரம் அற்புதமாய் வெளிப்படும்படி இவர்கள் குடும்பமாய் இந்த உத்தர இந்தியாவிலே ஆண்டவரே தேவனுடைய ஊழியத்திற்காக பிரயோஜனமாய் மாறும்படி கர்த்தர் ஆசீர்வதிக்கும்படி ஜெபிக்கிறோம் அப்பா. இன்று நாங்கள் வாசிக்கிற தேவனுடைய வசனத்தில் சொல்லி இருக்கிற எல்லா ஆசீர்வாத வசனங்களும் இவர்கள் மேல் நிலைநிற்கட்டும். இந்த குழந்தையோட ஒரு தேவைகளுக்கு குறைவு வராதவனும் அற்புதமாய் பரலோகம் திறந்து ஆசீர்வதிக்கும்படி ஜெபிக்கிறோம். சபையாய் நாங்கள் ஆசீர்வதிக்கிறோம். தேவன் ஜெபத்தை கேட்டதுக்காக நன்றி செலுத்துகிறோம். இயேசுவின் நாமத்தில் கேட்கிறோம் நல்ல பிதாவே, ஆமென்.